വാ 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 ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറ വച്ച. പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്നൊരു വിഭാഗം വളർന്നു വരുന്നുണ്ട് എല്ലായിടത്തും. ചിലടത്ത് കുറച്ച് കൂടുതലാണ്. അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നല്ലല്ലോ. ക്രിമിനലൈസ്ഡ് ആക്ടിവിറ്റീസ് നടത്തി പാർട്ടികളുടെ ലേബലിൽ വിളിക്കുന്നവരെയാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് ഞാൻ ഇത് പറഞ്ഞിട്ട് 2 വർഷമായി. അവരുടെ താല്പര്യപ്രകാരം വാർത്ത കൊടുക്കുന്ന ഒരു കൂട്ടം പൊളിറ്റിക്കൽ ക്രിമിനലുകളായിട്ടുള്ള ജേർണലിസ്റ്റുകളും. വാസ്തവം അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ, പിള്ളാരല്ലേ. പിന്നെ പുതുശ്ശേരി പറഞ്ഞു ടീച്ചറമ്മയെ മന്ത്രി. ആരാ ടീച്ചറമ്മ? ആരാ മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. അമ്മ കേരളത്തില്ലല്ലോ. ടീച്ചറമ്മ ആരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ആരാ പുതുശ്ശേരി? ഒരമ്മയ്ക്കും അങ്ങനെ ആരും പേരൊന്നുമില്ല. മുതലാളി, ഞാനും ജപ്പാൻജിയും യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ 2 സിംഹം വേണോ? അപ്പൊ അവരുടെ പേര് പറഞ്ഞാൽ മതി. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നത് ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഒരു മന്ത്രിയൊക്കെ ആവണമെങ്കിൽ പലരും പലതരത്തിൽ മന്ത്രിയാകും. ആ മന്ത്രിമാരെ പറ്റി അല്ല ഞാൻ പറയാം. കൊച്ചു കൊച്ചു പാർട്ടിക്ക് പലരും പലതരത്തിൽ മന്ത്രിയാകും. ആ മന്ത്രിമാരെ പറ്റി അല്ല ഞാൻ പറയാം. കൊച്ചു കൊച്ചു പാർട്ടിക്ക് ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വളരെ ചെറിയ ഒരു MLA മാത്രമേ കാണും. അയാൾ മന്ത്രിയാണ്. അയാൾ പുതിയ ആളായിരിക്കും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അത്യാവശ്യം ഒരു ലാത്തിയൊക്കെ ശരീരത്തിൽ കൊള്ളണം. തീർച്ചയായിട്ടും നമ്മുടെ ഒരു സഹാനുഭൂതിയല്ല മന്ത്രിസ്ഥാനം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ.